Hello guys, welcome back to Learn Easy with GC. ഞാൻ ഗോപു ചന്ദ്രൻ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ RRB NTPC CVT 1 ചോദിച്ച മാത്സിന്റെ നിയർലി 39 to 40 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് അടുത്ത പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും പഠിക്കട്ടെ. Okay, so question. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കാം. In a farmer's house there are chickens and goats. കോഴികളുണ്ട്, ആടുകളുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് 42. അപ്പൊ കോഴികളുടെയും ആടുകളുടെയും കൂടി തലയുടെ എണ്ണം 42 ഉണ്ട്. കാലുകളുടെ എണ്ണം 138 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കോഴികൾ എന്നാ ചോദ്യം അല്ലെ? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് ചിക്കൻ ഞാൻ സി എന്ന് എടുക്കുന്നുണ്ട്, ഗോട്ട് ഞാൻ ജി എന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എണ്ണം എന്ന് വെച്ചാൽ രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലെ? നമ്പർ ഓഫ് ചിക്കൻ പ്ലസ് നമ്പർ ഓഫ് ഗോട്ട് ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 42 കിട്ടുന്നത് അല്ലെ? ഇനി നമുക്കറിയാം ഒരു കോഴി എന്ന് വെച്ചാൽ 2 കാലുണ്ടാവും അല്ലെ? ഒരു കോഴിക്ക് 2 കാലുണ്ടാവും. ഒരു ഗോട്ട് എന്ന് വെച്ചാലോ 4 കാലുണ്ടാവും. അപ്പൊ ഒരു ചിക്കന് കറസ്പോണ്ടിങ് ആയിട്ട് 2 കാലുള്ള കൊണ്ടാണ് 2C എന്ന് ഞാൻ എഴുതിയത്. അല്ല 4G, ഒരു ഗോട്ടിന് 4 ലെഗ് ഉണ്ട്. അത് കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ലെഗ് എന്ത് കിട്ടും? 138 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? C + 2G എന്ന് പറയുന്നത് എന്ത് എഴുതാം? 69 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷൻ കൂടി ഞാൻ സബ്ട്രാക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് C പോവും, G ഈക്വൽ ടു എന്ത് കിട്ടും? G ഈക്വൽ ടു 27 എന്ന് കിട്ടും. ഗോട്ട് 27 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര ചിക്കൻ ഉണ്ടാവും? 42 - 27 that is equal to 15. ഇത് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇത് വേണമെങ്കിൽ മൈൻഡിലും ചെയ്യാം, ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് എല്ലാം ഗോട്ടാണെന്ന് വിചാരിക്കും. എല്ലാം ഗോട്ടാണെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ 42 ഗോട്ട് ഉണ്ടെന്ന് വിചാരിക്കും. 42 ഗോട്ട് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ലെഗ്സ് ഉണ്ടാവണം? 42 ആടുകൾ ഉണ്ടെങ്കിൽ എത്ര ലെഗ്സ് ഉണ്ടാവണം? 42 × 4 168 ലെഗ്സ് ഉണ്ടാവണം. 42 ഗോട്ടിന് 168 ലെഗ്സ് ഉണ്ടാവണം. പക്ഷെ എത്ര ലെഗ്സേ ഉള്ളൂ? 138 ലെഗ്സേ ഉള്ളൂ. അപ്പൊ 30 ലെഗ്സ് നമ്മൾ എക്സ്ട്രാ എണ്ണിയിട്ടുണ്ട്. 30 ലെഗ്സ് എക്സ്ട്രാ എണ്ണിയിട്ടുണ്ട്. അപ്പൊ ഈ 30 എണ്ണം ശരിക്കും ആരുടെ ആയിരിക്കും? ചിക്കന്റെ ആയിരിക്കും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. 2 ചിക്കൻ ചേർന്നതാണ് 30 ലെഗ്സ്. 2 ചിക്കൻ സി എന്ന് വിചാരിക്കാം. അപ്പൊ 2 × എത്രയോ കോഴികൾ ചേർന്നാണ് 30 ലെഗ്സ്. 30 ലെഗ്സ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 30 കാല് വേണമെന്നുണ്ടെങ്കിൽ 30 കാല് കോഴികൾക്ക് 30 കാലുണ്ടെങ്കിൽ എത്ര കോഴികൾ വേണം? 15 കോഴികളല്ലേ? 30 കാല് കോഴികളിലാണെങ്കിൽ അല്ലെ, ഒരു കോഴിക്ക് 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ 15 കോഴികൾ വരണ്ടേ? മനസ്സിലായോ പറഞ്ഞത്? എല്ലാം ഗോട്ടാണെന്ന് വിചാരിക്കാം. അപ്പൊ 42 ഗോട്ടാണെങ്കിൽ 42 × 4 168 ഉണ്ട് നമുക്ക് കിട്ടും. പക്ഷെ വാസ്തവത്തിൽ എത്ര കിട്ടുന്നുള്ളൂ? 138 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അപ്പൊ ആ വ്യത്യാസം 30 ലെഗ്സിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ കോഴികളുടെയാണ് അല്ലെ? ഒരു കോഴിക്ക് 2 ലെഗ്സ് ഉണ്ട്. ആ 30 ലെഗ്സ് വേണമെങ്കിൽ എത്ര കോഴികൾ വേണം? 15. അങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. Find the smallest of 3 positive numbers 3, 7, 8 and sum of their squares is 7808. അതായത് നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്. ഒരെണ്ണം 3x ആണെന്ന് വിചാരിക്കാം, 7x ആണെന്ന് വിചാരിക്കാം, 8x ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ സ്ക്വയറിന്റെ സമ്മ് 7808 ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്വയർ എത്രയാ? 9x², 49x², 64x². ഇതെല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7808 എന്ന് കിട്ടും. കിട്ടില്ലേ? അപ്പൊ എത്ര? 9, 9, 18, 4, 22, 2 ഉണ്ട്. 122x² ഈക്വൽ ടു 7808 എന്ന് കിട്ടും. 122 × x² അല്ലേ? ശരിയല്ലേ? 122 × x². അപ്പൊ x² ഈക്വൽ ടു എന്ത് കിട്ടും? 7808/122 എന്ന് കിട്ടും. 7808/122 കിട്ടില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ വെട്ടിച്ചുരുക്കി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എങ്ങനെയാ ചെയ്യുക ഇതൊക്കെ? 2 3 അല്ലേ?
2 3 9 0 4/61 എന്ന് കിട്ടും. 61. സോ ഇത് എത്ര കിട്ടും? ഇത് എത്ര കിട്ടും? 61. 61 × 6 എത്രയാ? 366. അപ്പൊ 6 പ്രാവശ്യം അല്ലേ? ഇത് 4. x² = 64 എന്ന് കിട്ടും. അതിനർത്ഥം x = 8. x = 8 എന്ന് കിട്ടും. കിട്ടില്ലേ? അപ്പൊ നമ്മുടെ ചോദ്യം സ്മോളസ്റ്റ് ഏതാണ്? സ്മോളസ്റ്റ് എന്ന് വെച്ചാൽ 3x അല്ലേ? അപ്പൊ 3 × 8 ചെയ്താൽ മതി, 24. 3 × 8 24 എന്ന് കിട്ടും. കിട്ടില്ലേ? അടുത്ത ചോദ്യം ട്രിഗണോമെട്രിയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്റെയും ബിന്റെയും വാല്യൂ ആണ് ചോദിക്കുന്നത്. sin a - b 1/2 cos a + b 1/2 വന്നിട്ടുണ്ട് അല്ലേ? അപ്പോ നോക്കിയാൽ നമുക്കറിയാം sin θ 1/2 ആണെങ്കിൽ, sin θ 1/2 ആണെങ്കിൽ തീറ്റന്റെ വാല്യൂ 30 ഡിഗ്രി ആണെന്ന് അറിയാലോ അല്ലേ? അപ്പൊ ഇവിടെ sin a - b ആണ് 1/2 തന്നിരിക്കുന്നത്. sin a - b 1/2 ആണെങ്കിൽ അതിനർത്ഥം a - b എന്ന് വെച്ചാൽ 30 ആയിരിക്കും. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ വ്യത്യാസം 30 വരുന്നത് ഏതാ അല്ലെ? 35 - 15 30 അല്ല, 40 - 35 30 അല്ല, ഇത് 30 അല്ല. അപ്പോ ഓപ്ഷൻ 2. മറ്റേത് ചെക്ക് ചെയ്യണമെന്നില്ല, cos θ ചെക്ക് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ 2 കിട്ടും. അടുത്ത ചോദ്യം, if the numerator of a fraction is increased by 30%, increased by 30% എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ 130% x എന്ന് എഴുതാം. x 30% കൂട്ടി എന്ന് വെച്ചാൽ 130% ഓഫ് x എന്ന് എഴുതാം. ഇപ്പൊ ഡിനോമിനേറ്റർ y ആണെന്ന് വിചാരിക്കും. ഡിനോമിനേറ്റർ 35% കുറച്ചു, അപ്പൊ 100 - 35 പോയ എത്ര? 65%. x ഒറിജിനൽ വാല്യൂന്റെ 30% കൂട്ടി എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ബിക്കംസ് 130%. അല്ല, ഡിനോമിനേറ്റർ 35% കുറച്ചെന്ന് വെച്ചാൽ 65%. ഇത് അവർ 3/15 തന്നിട്ടുണ്ട്. 3/15 എന്ന് വെച്ചാൽ എത്രയാ? 1/5. അപ്പൊ 130/65 2 2x/y = 1/5 കിട്ടി അല്ലെ? 130/65 1/5. അങ്ങനെ x/y എന്താന്നല്ലേ ചോദ്യം? 1/10 കിട്ടും. ഓപ്ഷൻ 3 കിട്ടി. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, സോ ഈ ഒരു ചോദ്യം നോക്കുക. അതായത് എ ബി എന്ന് പറയുന്ന 2 വ്യക്തികൾ, ഒരാള് 8000 രൂപ 8% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന വ്യക്തി 6000 രൂപ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റിന്റെ റേറ്റ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ആളുടെ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് 1 വർഷത്തേക്ക് 8% ആണെങ്കിൽ 3 വർഷത്തേക്ക് 8 × 3 24% ആയിരിക്കും കിട്ടുന്നത്. ഒന്നാമത്തെ ആൾക്ക് 24%, എത്ര രൂപയാ? 8000 രൂപ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 8 × 3 24%. 8000 രൂപ എന്ന് പറയുമ്പോൾ 24% ഇൻറ്റു 8000 ചെയ്യുക. അപ്പൊ 24/100 ഇൻറ്റു 8000 ചെയ്യുമ്പോൾ 24 × 80 എന്ന് കിട്ടും. സോ 1920 എന്ന് കിട്ടും. കിട്ടില്ലേ? രണ്ടാമത്തെ ആളുടെ ശ്രദ്ധിക്കുക കേട്ടോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് 3 വർഷം 10%. അത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, 33.1% ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ 5% തരുന്നതെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 15.7625 ആണ്. അങ്ങനെ ബൈ ഹാർട്ട് വെച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഓഫ് ബി എന്ന് വെച്ചാൽ 3 വർഷത്തേക്ക് 33.1% 6000ന്റെ, ദാറ്റ് ഈസ് 33.1/100 ഇൻറ്റു 6000 ചെയ്യുമ്പോൾ 331 ഇൻറ്റു 6 കിട്ടും, 1986 എന്ന് കിട്ടും. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? രണ്ടുപേരുടെയും ഇൻട്രസ്റ്റിന്റെ വ്യത്യാസം എത്രയാ? 1986 - 1920 6 എന്ന് കിട്ടും.
66 രൂപ ഓപ്ഷൻ 3. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 3 വർഷത്തേക്കാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10%-ന് 33.1%, 5% ആണെങ്കിൽ അതും ചോദിക്കാം. 15.7625 ആണ്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ, ഈ ഒരു കാര്യം. ഇനി വരും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ, അപ്പൊ പറയാം. അപ്പൊ അടുത്ത ചോദ്യം. There is a regular hexagon of side 5 cm. Find its area. ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ എന്താ? ഹെക്സഗൺ എന്ന് വെച്ചാൽ അറിയാലോ, 6 സൈഡ് ഉണ്ട്. അപ്പൊ റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ 6 ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അല്ലേ കിട്ടുന്നത്. ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6 ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് വെച്ചാൽ √3a²/4 അല്ലേ. അപ്പൊ ടോട്ടൽ ഹെക്സഗന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 6 ചെയ്താൽ മതി. 6 × √3a²/4. So 6 × √3 × 5²/4 ചെയ്യാം. അപ്പൊ 3/2 × √3 × 25 കിട്ടും. 75/2 × √3 എന്ന് കിട്ടും. 75/2 √3. സോ ഇതാണ് റെഗുലർ ഹെക്സഗന്റെ ഏരിയ എന്ന് വെച്ചാൽ ബൈ ഹാർട്ട് ചെയ്തേക്ക് പറ്റും. ഒരു റെഗുലർ ഹെക്സഗന്റെ ഏരിയ 6 √3a²/4. ഓക്കെ, അടുത്ത ചോദ്യം. 2 numbers are in the ratio 11:9. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 11:9 അല്ല 19. രണ്ടിന്നും 7 സബ്ട്രാക്ട് ചെയ്തു. ചിലർ ഇത് എക്സ് വെച്ചൊക്കെ ചെയ്യും, അല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ, എക്സ് ഇല്ലാതെ. അപ്പൊ നമ്മൾ ഇതിന്ന് 7 സബ്ട്രാക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ പുതിയ റേഷ്യോ എന്തായിരിക്കും? 5:9 എന്ന് കിട്ടി. പക്ഷെ നോക്കിയേ, രണ്ടിന്നും നമ്മൾ 7 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. 11 നിന്നും 19 നിന്നും 7 സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസത്തിന് മാറ്റമൊന്നും വരില്ല. ഇവിടെ വ്യത്യാസം 8 അല്ലേ, ഇവിടെ വ്യത്യാസം എത്ര ഉള്ളൂ? 4 ഉള്ളൂ. വ്യത്യാസം 4 ഉള്ളൂ. അപ്പൊ അതിനെ 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ × 2 ചെയ്താൽ മതി. അപ്പൊ വ്യത്യാസം 8 ആയിക്കോളൂ. 5 × 2 10 എന്ന് എഴുതാം. 9 × 2 18. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം? വ്യത്യാസം 8 ആയി. ഇവിടെയും വ്യത്യാസം തന്നെയാണ്. 11:9 ആണെങ്കിൽ 19 ആണെങ്കിലും വ്യത്യാസം 8 അല്ലേ. ഇപ്പൊ നോക്ക്, 1 യൂണിറ്റ് കുറഞ്ഞിരിക്കുന്നത്. 1 യൂണിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ 1 യൂണിറ്റ് ആണ് നമ്മുടെ 7 എന്ന് വെച്ചാൽ 1 യൂണിറ്റ് ആണ് 7 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി അബ്സൊല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ നമ്പേഴ്സ്. 8 യൂണിറ്റ് എന്താന്നാ ചോദ്യം. അപ്പൊ 8 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 8 × 7 ചെയ്താൽ മതി. 56 കിട്ടും. 8 × 7 56 കിട്ടും. ഓപ്ഷൻ 2 കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതായത് 11x - 7/19x - 7 = 5/9 ഒക്കെ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിനേക്കാൾ എളുപ്പം ഈ മെത്തേഡാണ്. അടുത്ത ചോദ്യം. 2/5 of 7/17 of 3/5 of a number is 84. Find the 40% of the number. അതായത് 2/5 of 7/17 of 3/5 of a number. അത് 84 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 × 3 × 7 42. ഇതിൽ 2 ടൈംസ് ഉണ്ട്. അപ്പൊ x = എന്ത് കിട്ടും? 2 × 17 × 25. That is 50 × 17 എന്ന് കിട്ടും. ചോദ്യം 40% of x എന്താണ് എന്ന് വെച്ചാൽ 40% of 50 × 17 ചെയ്താൽ മതി. So 40/100 × 15 × 17. അപ്പൊ നമുക്ക് 20 × 17 എന്ന് കിട്ടും. That is equal to 340. ഓപ്ഷൻ 1. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. 3 പോയിന്റ് ഏത്? ബി സി. അത് 3 വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആണെങ്കിൽ എന്ത് ടൈപ്പ് ട്രയാങ്കിൾ എന്നാണ് ചോദ്യം. ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ABC. ഓക്കെ, നിങ്ങൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എല്ലാം ഈക്വൽ ആണെങ്കിൽ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, 2 ഈക്വൽ ആണെങ്കിൽ അത് ഐസോസെലസ് ആയിരിക്കും, 3 ഡിഫറെന്റ് ആണെങ്കിൽ സ്കാല്.
അതൊന്നും അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. അത് നമുക്ക് പിന്നീട് ചെക്ക് ചെയ്താൽ മതിയല്ലോ, പൈതഗോറസ് തിയറം. ആദ്യം നമ്മുടെ ലക്ഷ്യം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൈഡ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ജനറൽ ഇക്വേഷൻ അറിയാലോ. ജനറൽ ഇക്വേഷൻ എന്താ? y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പൊ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 1 ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പൊ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. അപ്പൊ 2 റൂട്ട് 2 എന്ന് കിട്ടും അല്ലെ? റൂട്ട് 8 കിട്ടും, 2 റൂട്ട്. ബി സി ആണെങ്കിലോ, ബി സി റൂട്ട് ഓഫ് 1 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 3 ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോഴും റൂട്ട് ഓഫ് 3 മൈനസ് 3 സ്ക്വയർ എന്ന് വരും, പ്ലസ് 1 സ്ക്വയർ റൂട്ട് 10 എന്നാണ് കിട്ടുന്നത് അല്ലെ? ബി സി. എ സി ആണെങ്കിലോ റൂട്ട് ഓഫ് 1 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ റൂട്ട് 1 പ്ലസ് 9, അവിടെയും എന്തെന്നെ കിട്ടും? റൂട്ട് 10. അപ്പൊ നമുക്ക് രണ്ട് സൈഡ് റൂട്ട് 10 എന്ന് കിട്ടി. ബി സിയും റൂട്ട് 10 കിട്ടി, അതേപോലെ എ സിയും റൂട്ട് 10 കിട്ടി. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിളാ? ഐസോസെലസ് ട്രയാങ്കിൾ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം. A chord of length 24 centimeter is at a distance 5 centimeter from the circle. ഒരു സർക്കിളിന്റെ ഒരു കോഡ്. ഓക്കെ, ഈ കോഡിന്റെ സെന്റർ, കോഡിന്റെ ലെങ്ത് 24 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സെന്ററിൽ നിന്നും 5 സെന്റിമീറ്റർ അകലെയാണ്. സെന്ററിൽ നിന്നും 5 സെന്റിമീറ്റർ അകലെയാണ്. കോഡിന് റേഡിയസ് എപ്പോഴും ബൈസെക്ട് ചെയ്യും, എന്ന് വെച്ചാൽ ഇതും 12 ആയിരിക്കും, ഇതും 12 ആയിരിക്കും. ചോദ്യം റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്താന്നാ ചോദ്യം. ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ 5, 12, ഇത് എക്സ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അറിയാലോ, ഇത് 13 ആയിരിക്കും. എങ്ങനെ കിട്ടി? റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ചെയ്താൽ മതി. റൂട്ട് 169 ഈക്വൽ ടു എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. അപ്പൊ റേഡിയസ് ഓഫ് ദി സർക്കിൾ എത്രയാ? 13 ആണ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. A merchant sold goods for rupees 171 at a profit percentage equal to CP. പെർസെന്റേജ് പ്രോഫിറ്റ് CPക്ക് തുല്യമാണെങ്കിൽ CP ന്റെ വാല്യൂ എത്രയാണെന്നാ ചോദ്യം. ലെറ്റ് കോസ്റ്റ് പ്രൈസ് എക്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ പെർസെന്റേജ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? SP മൈനസ് CP ബൈ CP ഇൻറ്റു 100 അല്ലെ? അത് CPക്ക് തുല്യമാണെന്ന് പറയുന്നുണ്ട്. That is SP minus X by X into 100 equal to X എന്ന് കിട്ടും. Or SP minus SP ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? SP ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 171 മൈനസ് എക്സ് ഇൻറ്റു 100 എന്ന് ചെയ്യുക, ഈക്വൽ ടു ഈ എക്സ് ഇങ്ങോട്ടേക്ക് പോയ എക്സ് സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 171 മൈനസ് എക്സ് ഇൻറ്റു 100. ഇവിടെ പലരും ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യാൻ സമയം കളയും. ഞാൻ എങ്ങനെ ചെയ്യുന്നു നോക്കിയോ. ഇപ്പൊ എക്സ് ഈക്വൽ ടു റൂട്ട് എന്ത് കിട്ടും? 171 മൈനസ് എക്സ് ഇൻറ്റു 100 അല്ലേ? ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു റൂട്ട് 171 മൈനസ് എക്സ് ഇൻറ്റു 10 എന്ന് കിട്ടും. സോ ഈ റൂട്ട് ഇൻറ്റു 10 എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ 10 വരുന്നതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ 0 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം, കാരണം 10 വരുന്നുണ്ടല്ലോ. യൂണിറ്റ് ഡിജിറ്റ് ഷുഡ് ബി 0. അപ്പൊ തന്നെ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് കളയാം, 1ഉം 3ഉം. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ എക്സ് ഈക്വൽ ടു നിങ്ങൾ 70 കൊടുത്തു എന്ന് വിചാരിക്കുക. ഈക്വൽ ടു റൂട്ട് 171 മൈനസ് 70 ഇൻറ്റു 10 ആണോ? അല്ല, അത് തെറ്റാ, അത് വരില്ല. എക്സിന് 90 ഇട്ട് കൊടുത്താലോ? റൂട്ട് 171 മൈനസ് 90 ഇൻറ്റു 10. അപ്പൊ റൂട്ട് 81 ഇൻറ്റു 10 നിങ്ങൾക്ക് എന്തെന്നെ കിട്ടും? 90 തന്നെ കിട്ടും. ഓപ്ഷൻ 4 ആണ്. ഈ രീതിയിൽ വേണം ചിന്തിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ചോദ്യമൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പൗസ് ചെയ്യുക. റീസണിങ് ആണ്. ഒന്ന് വീഡിയോ പൗസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. പൗസ് ചെയ്തില്ല, ചെയ്ത് നോക്ക്. ഓക്കെ, നോക്കാം. പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന്, കിട്ടിയില്ലെങ്കിൽ നോക്കി എങ്ങനെയാ ചെയ്യാം. സിമ്പിൾ ആണ്. 11, 10,
9 ആയിരിക്കും. സിമ്പിൾ. 12 11 10. ഇവിടെ നോക്കി 16 15 17 ഓരോ ഇടവിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. ഇതൊക്കെ പോസ്റ്റ് ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടുമോ നോക്കുക. 730 1000 ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിന്തിക്കാം, ഇത് 729 + 1 അല്ലേ, ഇത് 1000 + 1 അല്ലേ, ഇത് 1331 + 1 അല്ലേ. സോ ക്ലിയർലി 730 എന്ന് പറയുന്നത് 9³ ആണ്, 729 + 1 ആണ്. അതിൽ 10³ + 1 ആണ് 1001, 11³ + 1 ആണ് 1332. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 12³ + 1 ആയിരിക്കും. 12³ എന്ന് വെച്ചാൽ 1728 + 1 1729 കിട്ടും. ഒരു 15 വരെയുള്ള ക്യൂബ് എങ്കിലും കാണാതെ പഠിക്കാം. ഓക്കെ, നമ്മുടെ ഉത്തരം 1729. ഈ 1700 ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, ഈ 1729ന്റെ ഇമ്പോർട്ടൻസ് അതെന്താന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഇമ്പോർട്ടൻസ് എന്താണ്, 1729ന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക ആരെങ്കിലും. ഓക്കെ, അടുത്ത ചോദ്യം. ഫൈൻഡ് ദി HCF. ഈ HCF ഓഫ് എ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ ചെയ്താൽ മതി. HCF ഓഫ് ന്യൂമറേറ്ററും LCM ഓഫ് ഡിനോമിനേറ്ററും ചെയ്താൽ മതി. ഇവിടെ 2 16 32 54. അപ്പൊ HCF ഓഫ് ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ 2 ആണ്. LCM ഓഫ് ഡിനോമിനേറ്റർ, ഈ ക്വസ്റ്റ്യൻ നോക്കി ഇതൊക്കെ ചെയ്യുമ്പോ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കിയേ. മുകളില് ഈവൻ നമ്പർ ആണ്, താഴെ ഓഡ് നമ്പർ ആണ്. മുകളിൽ മൊത്തം എല്ലാം ഈവൻ നമ്പറും താഴെ ഓഡ് നമ്പർ ആണ്. അപ്പൊ 2 ഓഡ് നമ്പർ ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. 2 ഓഡ് നമ്പർ അങ്ങനെ ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒറ്റ ഓപ്ഷനല്ലേ വരുന്നുള്ളൂ 2 ഓഡ് നമ്പർ എന്ന് വെച്ചാൽ, അല്ലേ? ചിന്തിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ LCM കണ്ട് സമയം കളയേണ്ടതാണ് ഞാൻ പറയുന്നത്. അടുത്ത ചോദ്യം. ഇത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, പലർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു ലെറ്റർ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. എജോട്ടി വൈ അല്ലേ? എജോട്ടി എന്താ? 5 J എന്ന് വെച്ചാൽ 10ാമത്തെ, 15 T 20 ബൈ 25ാമത്തെ ലെറ്റർ. അറിയില്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. ഞാനൊക്കെ എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്? എജോട്ടി ഓർത്ത് വെക്കാൻ എളുപ്പം. 5 10 15 10 25 അല്ലേ? അപ്പൊ വൈ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A beautician's income includes her salary and tip she gets for her service. ഒരു ബ്യൂട്ടീഷ്യന്റെ ഇൻകം എന്ന് പറയുന്നത് അവരുടെ സാലറിയും ടിപ്സും കൂടി ചേർന്നതാണ്. സാലറിയും ടിപ്സും കൂടി ചേർന്നതാണ് ഇൻകം. ഏതൊരു പർട്ടിക്കുലർ ആഴ്ചയിൽ ടിപ്സ് എന്ന് പറയുന്നത് ടിപ്സ് ഈക്വൽ ടു 5/4 ഓഫ് സാലറി എന്ന് വെച്ചാൽ, സാലറി എന്ന് വെച്ചാൽ 4 ആണെങ്കിൽ ടിപ്സ് 5 എന്നല്ല അതിന്റെ അർത്ഥം. ടിപ്സ് 5/4 ടൈംസ് സാലറി എന്ന് വെച്ചാൽ സാലറി 4 ആണെങ്കിൽ ടിപ്സ് 5. അപ്പൊ ഇൻകം എന്തായിരിക്കും? 9 ആയിരിക്കും. ഈ ചോദ്യം എന്താ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഇൻകം കെയിം ഫ്രം ടിപ്സ്? ഇൻകമിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് ടിപ്സ് എന്ന് വരുന്നത്? ഇൻകം 9 ആണ്, അതിൽ 5 രൂപയാണ് ടിപ്സ്. അപ്പൊ ഉത്തരം 5/9. സിമ്പിൾ. ഓപ്ഷൻ ഡി, 4ാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. കാണുമ്പോൾ എന്തോ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തില്ല. സിമ്പിൾ ചോദ്യമല്ലേ. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം ഞാൻ ഇടാൻ ഒരു കാരണമുണ്ട് കേട്ടോ, ഞാൻ പറയാം. ഇൻ ദി ഫോളോയിങ് സീരീസ് ഈസ് റിട്ടൺ ഇൻ ദി റിവേഴ്സ് ഓർഡർ. ഈ ഒരു സീരീസ് ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചെഴുതിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വിച്ച് ക്യാരക്ടർ വിൽ ബി 6th ടു ദി റൈറ്റ് ഓഫ് 15th ക്യാരക്ടർ ഫ്രം റൈറ്റ് ഹാൻഡ്? നമ്മൾ ഈ സീരീസ് തിരിച്ചെഴുതിയാൽ റൈറ്റിൽ നിന്നും 15ാമത്തെ ലെറ്ററിന്റെ റൈറ്റില് 6ാമത്തെ ലെറ്റർ എന്താണെന്നാ ചോദ്യം. 15th ക്യാരക്ടർ ഫ്രം ദി റൈറ്റ് ഹാൻഡിലെ 6th ക്യാരക്ടർ ടു ദി റൈറ്റ്. 6th ടു ദി റൈറ്റ് ഓഫ് 15th ക്യാരക്ടർ. റൈറ്റ് ഹാൻഡിൽ നിന്നും 15ാമത്തെ ക്യാരക്ടറിന്റെ വലത് ഭാഗത്ത് നോക്കി, റൈറ്റ് ഹാൻഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 15ാമത്തെ ക്യാരക്ടർ, അതിന്റെ വലത് ഭാഗത്തുള്ള 6ാമത്തെ ലെറ്റർ എന്താണെന്നാണ് ചോദ്യം. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വായിക്കുക.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ റിവേഴ്സ് ചെയ്തിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്യും. ഞാൻ അങ്ങനെയല്ല ചെയ്യുക. ഞാൻ ഇതിനെ റിവേഴ്സ് ചെയ്യില്ല. ഞാൻ ഇതിന് ഇങ്ങനെ തന്നെ വെക്കും. ഈ സീരീസിനെ ഞാൻ റിവേഴ്സ് ചെയ്യില്ല എന്ന്. പകരം എന്ത് ചെയ്യും? ഈ റൈറ്റ് മാറ്റി ലെഫ്റ്റ് ആക്കും, റൈറ്റ് മാറ്റി ഇവിടെ ലെഫ്റ്റ് ആക്കും. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോ 6th to the left end of 15th character from left. അപ്പൊ നമ്മൾ ലെഫ്റ്റ് നിന്ന് 15ാമത്തെ ലെറ്റർ നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പൊ ലെഫ്റ്റ് നിന്ന് 15ാമത്തെ ലെറ്റർ ഇതാ. ഇനി ഇവിടുന്ന് 6ാമത്തെ ലെറ്റർ നോക്കുക. ഇവിടുന്ന് ലെഫ്റ്റിക്ക് 6ാമത്തെ ലെറ്റർ. ഓക്കെ. അപ്പോ 1 2 3 4 5 6 ബി ആയിരിക്കും. ബി ആയിരിക്കും ഉത്തരം. ക്ലിയർ ആണോ? ലെഫ്റ്റ് എൻഡിൽ നിന്ന് 15ാമത്തെ ലെറ്റർ നോക്കുക, ബി കിട്ടും. അവിടുന്ന് ലെഫ്റ്റിക്ക് 6ാമത്തെ ലെറ്റർ നോക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതില് ക്യൂബ്സ് നിങ്ങൾക്ക് കാണാം അല്ലെ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. 2ന്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? 2ന്റെ ഓപ്പോസിറ്റ് എന്താ? അപ്പൊ നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് നോക്കുക. 2ന്റെയും ക്ലോക്ക് വൈസ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്താ ഉള്ളത്? 3 ഉണ്ട്, 5 ഉണ്ട്, 4. ഇവിടെയോ 3 2 1. സോ 4ഉം 1ഉം ആയിരിക്കും ഓപ്പോസിറ്റ്. 2ഉം 5ഉം ആയിരിക്കും ഓപ്പോസിറ്റ്. അപ്പൊ 2ന്റെ ഓപ്പോസിറ്റ് അല്ലല്ലോ. 3 5 4 3 1 2 അല്ലേ? സോറി ട്ടോ. 3 5 4 ആ ഓർഡറിൽ തന്നെ എഴുതാം. 3 1 2. 4ന്റെ ഓപ്പോസിറ്റ് ആണ് 2 വരുന്നത്. 2ഉം 4ഉം ആണ് ഓപ്പോസിറ്റ്. 2ഉം 4ഉം ആണ് ഓപ്പോസിറ്റ്. ഓക്കെ അല്ലേ? സോ താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നാണ് വിശ്വാസം. അപ്പൊ ഇതിന്റെ അടുത്ത പാർട്ട് ഞാൻ വൈകാതെ തന്നെ ഇടാം. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കും ഇടാനൊരു എന്ത് തോന്നുള്ളൂ, ക്ലാസ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കാണാൻ ആൾക്കാരില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പഠിക്കാൻ കുട്ടികൾ വേണ്ടേ? സോ അതുകൊണ്ട് ഫ്രണ്ട്സായിട്ടൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇടാനൊരു ആവേശം ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ചെയ്യാനൊക്കെ. ഓക്കെ. സോ ബൈ, സീ യു, ടേക്ക് കെയർ.